സന്നിധാനത്തേക്കാണ്, ഇങ്ങ് ശബരിമലയിലേക്കാണ്. സന്നിധാനത്ത് ദർശനത്തിനെത്തിയവരുടെ എണ്ണം 1 ലക്ഷം കടന്നു. മണ്ഡലകാലം തുടങ്ങിയതിനു ശേഷം ആദ്യമായാണ് ഒരു ദിവസം തീർത്ഥാടകരുടെ എണ്ണം 1 ലക്ഷത്തിന് മുകളിലെത്തുന്നത്. ഇന്ന് സ്പോട്ട് ബുക്കിംഗിലൂടെ ദർശനം അനുവദിക്കുന്നവരുടെ എണ്ണം 5000-ആയി നിജപ്പെടുത്തിയിട്ടുണ്ട്. വി വിനോദുണ്ട് സന്നിധാനത്ത്. വിനോദ്, ഗുഡ് മോർണിംഗ്. എന്തായാലും ഇന്നലെയാണ് ഈ തീർത്ഥാടന കാലം തുടങ്ങിയതിനു ശേഷം 1 ലക്ഷത്തോളം ആളുകൾ ഒരു ദിവസം ശബരിമലയിൽ എത്തുന്നത്. ഇപ്പോൾ ഇന്നലെ വലിയ തിരക്കുണ്ടായിരുന്നു. ഇന്നെന്തായാലും സ്പോട്ട് ബുക്കിംഗ് കുറച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്, അല്ലേ? ഭവ്യ, അങ്ങനെ തന്നെയാണ്. ആദ്യമായി തീർത്ഥാടന കാലം തുടങ്ങിയ ശേഷം 1 ലക്ഷത്തിന് മുകളിലേക്ക് ശബരിമല കയറിയ തീർത്ഥാടകരുടെ എണ്ണം എത്തുന്നത്. ഇന്നലെ ഏറ്റവും ഒടുവിലത്തെ കണക്കനുസരിച്ച് 1,18,000 ഭക്തരാണ് സന്നിധാനത്ത് തൊഴുത് മടങ്ങിയത്. അതായത് 90,000 എന്നതാണ് ദേവസ്വം ബോർഡിന്റെ സംഖ്യ. ആ സംഖ്യയിൽ നിന്ന് ഒരു 10,000 വരെ കൂടാമെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞിരുന്നു. അങ്ങനെ 1 ലക്ഷം വരെ എന്ന് കണക്ക് കൂട്ടിയിരുന്നു. പക്ഷേ 85,000 പേരാണ് ഇതുവരെ ഒരു ശരാശരി ശബരിമലയിൽ വന്നു പോയത്. അന്ന് 8-ാം തീയതി വലിയ ആൾക്കൂട്ട തിരക്കുണ്ടായപ്പോൾ പോലും PRDയുടെ കണക്കനുസരിച്ച് ഇവിടെ എത്തിയത് 85,000 ഭക്തജനങ്ങളാണ്. പക്ഷേ ഇന്നലത്തെ കണക്ക് നോക്കുമ്പോൾ 1,18,000 എന്ന സംഖ്യയിലേക്ക് എത്തിയിരിക്കുന്നു. അതോടൊപ്പം തന്നെയാണ് സ്പോട്ട് ബുക്കിംഗിലൂടെ എത്തിയവരുടെ എണ്ണവും. അത് 17,000-ന് മുകളിലാണ്. 20,000 വരെയാണ് ദേവസ്വം ബോർഡ് അനുവദിച്ചിട്ടുള്ളതെങ്കിലും 17,000 ഭക്തർ വരെ ഇന്നലെ സ്പോട്ട് ബുക്കിംഗിലൂടെ എത്തിയിരുന്നു. അവിടെയാണ് ഒരു ക്രമീകരണത്തിന് ഇന്നിപ്പോൾ ദേവസ്വം ബോർഡ് തീരുമാനിച്ചിട്ടുള്ളത്. അത് 5,000 പേരായി ഇന്നത്തെ സ്പോട്ട് ബുക്കിംഗ് നിജപ്പെടുത്തിയിട്ടുണ്ട്. ഇതിന് കാരണമായി പറയുന്നത് ഈ നേരത്തെയുള്ള ഇനിയുള്ള ദിവസങ്ങളിൽ വെർച്വൽ ക്യൂ ബുക്ക് ചെയ്യുകയും പിന്നീട് അവർ വളരെ നേരത്തെ എത്തുകയും ചെയ്യുന്ന ഒരു രീതിയുണ്ട്. ഇത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. കാരണം അടുത്ത മാസമൊക്കെ ബുക്ക് ചെയ്തിട്ടുള്ള ആളുകൾ, വെർച്വൽ ക്യൂവിൽ ബുക്ക് ചെയ്തിട്ടുള്ള ആളുകൾ ഈ ദിവസങ്ങളിൽ വരികയാണ്. അങ്ങനെയെങ്കിൽ ഈ ഇപ്പോഴുള്ള വെർച്വൽ ക്യൂവിലുള്ള ആളുകൾ അവർ മുഴുവനായും ഓരോ ദിവസവും ബുക്ക് ചെയ്യുന്നവർ എത്തുന്നില്ല. പക്ഷേ ആ കുറവ് നികത്തപ്പെടുന്നത് മറ്റ് ദിവസങ്ങളിൽ ബുക്ക് ചെയ്തിട്ടുള്ള ആളുകൾ നേരത്തെ എത്തുന്നതോടുകൂടിയാണ്. അപ്പോൾ തന്നെ ഈ ഒന്ന് അധികരിക്കുന്നുണ്ട്. അതിനുശേഷം സ്പോട്ട് ബുക്കിംഗിലൂടെയുള്ള ഭക്തർ കൂടി എത്തുമ്പോൾ വലിയ തിരക്കിലേക്ക് ഇന്നും വലിയ തിരക്കുണ്ടാകുമെന്ന് തന്നെയാണ് കണക്കാക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ 5,000 എന്ന നിലയിലേക്ക് കാര്യങ്ങൾ നിജപ്പെടുത്തുന്നത്. ദേവസ്വം ബോർഡിന്റെ കൂടുതൽ നിയന്ത്രണങ്ങൾ വരും ദിവസങ്ങളിലും അങ്ങനെയുള്ള നിയന്ത്രണങ്ങൾ ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കുന്നത്. വലിയ തിരക്ക്, നല്ല തിരക്ക്. ഞങ്ങള് പമ്പയിൽ ഇഞ്ഞ് കയറിയായിരുന്നു. 2:30 ഇല്ല, നിലയ്ക്കൊന്ന് പെട്ടെന്ന് കയറി വന്ന് ഈ പമ്പ വന്നിട്ട് ഇഞ്ഞ് കയറിയിട്ട് 2:30 മണിക്ക് നിന്നതാ ഇന്നലെ രാത്രി. 1:15 ഞങ്ങള് പമ്പ വന്നതാ. എന്നിട്ട് അവിടുന്ന് നടന്ന് കയറി 2:30. അതാ പറഞ്ഞ ഇപ്പോഴാ എത്തിയത്. ഒരുപാട് സമയം കാത്തു നിൽക്കേണ്ടി വന്നു. ഒത്തിരി സമയം നിന്നിട്ട് 2:30 മണിക്ക് കയറിയിട്ട് ഇപ്പൊ നേരെ ഇത്രയായില്ലേ. ആ തരത്തിൽ തന്നെയാണ് തീർത്ഥാടകർ ഈ തിരക്കിന്റെ ബുദ്ധിമുട്ട് പറയുന്നുണ്ട്. ഏതായിരുന്നാലും വലിയ ബുദ്ധിമുട്ടില്ലാതെ, ആദ്യ ദിവസങ്ങളിലുള്ള അത്ര ബുദ്ധിമുട്ടില്ലാതെ തീർത്ഥാടകർക്ക് സന്നിധാനത്തെത്തി ദർശനം നടത്താൻ സാധിക്കുന്നുണ്ട്. ഭവ്യ, അതാണ് വി വിനോദാണ് ശബരിമലയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.